റിവേഴ്സൽ സ്ട്രാറ്റജി പ്രകാരം ഈ സ്റ്റോക്കിലേക്ക് നമുക്കൊരു നല്ലൊരു മൂവ് വരുന്നുണ്ട്. ഓക്കെ, 635 ലെവൽ വരേക്ക് നമുക്ക് റേഞ്ചിൽ എടുക്കാം. ഇനി 730 എബോവിലാണെങ്കിലും നമുക്ക് ഒരു അപ്പർ മൂവിൽ എടുക്കാൻ ചാൻസ് ഉള്ള അതാണ് സ്പന്ദന സ്ഫൂർത്തി. ഇത് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, നല്ല റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഈ ലെവലിൽ നിന്ന് നമുക്കൊരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല മൂവ് തീർച്ചയായും തരാൻ ചാൻസ് ഉള്ളതാണ്. പക്ഷെ സ്റ്റോപ്പ് ലോസ് നമ്മൾ പക്ക മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഫാളിംഗ് സ്റ്റോക്കാണ്. ഫാളിംഗ് സ്റ്റോക്കിൽ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊന്നാണ് നോക്കിക്കോ, ഇതും ആ ലെവലിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത മറ്റൊരു സ്റ്റോക്കാണ്. ഓക്കെ, ഇത് ഓൾറെഡി ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് വന്നിട്ട് നമുക്ക് ഏകദേശം ഈ ലെവലിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഈ ലെവലിൽ എന്ന് വെച്ചാൽ ഒരു 12 to 15% സ്റ്റോപ്പ് ലോസ് റേഞ്ച് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ആയിട്ട് നമുക്ക് ഇത് ജാക്ക്പോട്ടിനുള്ള ചാൻസ് വിദൂരത്തല്ല. എക്സ്പെക്ടേഷൻ അതൊന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മളുടെ റേഞ്ചിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഇത് നല്ലൊരു റിട്ടേൺ നമുക്ക് തരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പ്രോഫിറ്റിലായി കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാത്രം നമുക്ക് അവിടെ ഹോൾഡ് ചെയ്തിട്ട് ലോങ് ടൈമിലേക്ക് നമുക്ക് കീപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് ആണ് ഇത്. നമുക്ക് 195 എബോവ് റേഞ്ചിലാണെങ്കിൽ ഇത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അടുത്തൊരു ലെവലാണ്. അതല്ലെങ്കിൽ ഈ ലെവലിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നല്ലൊരു എക്സ്പെക്ടേഷൻ ആണ്. ഇതും നമുക്ക് ജാക്ക്പോട്ട് ലെവലിലേക്ക് പോകാൻ ചാൻസ് ഉള്ള സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അതിന്റെ ഡേ ടൈം ഫ്രെയിം ആണ് ഈ കാണുന്നത്. നല്ല പൊട്ടൻഷ്യലുള്ള ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് എടുക്കാൻ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ്. പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് റേഞ്ച് വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, എക്സിറ്റ് ആയി മാറാം. അപ്പോൾ അത്രയും റിസ്ക് എടുക്കാൻ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റപ്പ് ഉള്ളവർ മാത്രം ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ എൻട്രി എടുക്കാം. എൻട്രി എടുത്താൽ നമുക്ക് ജാക്ക്പോട്ട് ചാൻസ് ഉള്ള സ്റ്റോക്കുകളിൽ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു സ്റ്റോക്കാണ് ഓക്കെ, അതിപ്പോ നമുക്ക് ഈ 395 ലെവലിന്റെ അടുത്തുനിന്ന് ഒരു ബൗൺസ് കൊടുത്തിരിക്കണം. വളരെ എക്സ്പെക്ടേഷൻ റേഞ്ച് ആണെങ്കിൽ ഈ ബജറ്റിന്റെ ഒരു വോൾട്ടാലിറ്റി കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ഫോളോ സംഭവം വരാണെങ്കിൽ നമുക്കൊരു 350 ലെവലിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു അക്യുമുലേഷൻ സ്റ്റേജ് ആണ്. നമുക്ക് 320 വരെ അക്യുമുലേറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ലോങ് ടൈമിലേക്ക് ആയാലും നമുക്ക് ഇതിൽ നിന്നും നമുക്കൊരു 80 to 100% റിട്ടേൺ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ഈ സ്റ്റോക്കിൽ നമുക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതും നമ്മൾ 288 നമ്മുടെ ചെറിയ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ബിഗർ ടാർഗറ്റിലേക്ക് പിടിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്കാണ് ഓക്കെ, ഇതും ആ റേഞ്ച് തന്നെയാണ്. 651 എബോ നമുക്കൊരു നല്ല ഒരു റേഞ്ച് ആണ്. അതല്ല നമുക്ക് ഉണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് അക്യുമുലേഷൻ സ്റ്റേജ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലും നല്ല പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകൾ തന്നെയാണ്. നമുക്ക് ഇതും ഈ ലെവലുകളെല്ലാം നിങ്ങൾ വീഡിയോയിൽ നോക്കി മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. 440 ലെവലായിരിക്കും നമ്മളുടെ വീക്കിലി ക്ലോസിംഗ് ബേസ് ആണ്. ഡേ അല്ല, വീക്കിലി ക്ലോസിംഗ് ബേസിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. ഇനിയുള്ള സ്റ്റോക്കുകളായിട്ട് നിങ്ങൾക്ക് ഇത്രയും വലിയ ലെങ്ത് ഉള്ള വീഡിയോ ഒക്കെ കാണാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ ഞാനത് ഇടാം. ആ സ്റ്റോക്കുകൾ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള ബാക്കിയുള്ള സ്റ്റോക്കുകളും കൂടി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ. എന്തായാലും ലെങ്തി ആയി, നമുക്ക് ഒരെണ്ണം കൂടി നമുക്ക് ഇട്ടിട്ട് പോകാവുന്നതാണ്. വീഡിയോ ലെങ്തി ആയ സ്ഥിതി ഒരെണ്ണം കൂടി നമുക്ക് ഇടാം. നമുക്ക് ജാക്ക്പോട്ടിന് ചാൻസ് ഉള്ള മറ്റൊരെണ്ണം കൂടി നമ്മൾ ഇട്ടേക്കാം, മിസ്സാക്കണ്ട. ഓക്കെ, ഇതും ഏകദേശം ലെവലിന് അടുത്ത് എത്തിയോണ്ടാണ് ഞാൻ ഇടുന്നത്. ഒരു ജസ്റ്റ് ഒരു ഫോണോ കാര്യങ്ങളോ വന്നാൽ ഈ ലെവലിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 500 ലെവലിൽ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. എക്സാക്ട്ലി ഒരു റേഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ 477 475 റേഞ്ച് വരെയൊക്കെ നമുക്ക് പോകാം. അപ്പോൾ അത് നമുക്കൊരു വീക്കിലി ക്ലോസിംഗ് ബേസിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 500 നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് നല്ലൊരു ചാൻസ് ആണ്. നമുക്ക് അക്യുമുലേഷൻ സ്റ്റേജ് നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് നമുക്ക് കിട്ടണമെങ്കിൽ നല്ലൊരു അക്യുമുലേഷൻ സ്റ്റേജ് ആണ്. നല്ല റിവാർഡും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന സ്റ്റോക്കാണ്. അപ്പൊ നമ്മളെ
ഈ വീഡിയോ ഞാനിത് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇതിട്ടിരിക്കുന്നത്. ഒരു ലൈക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുകൾ വാച്ച് ചെയ്യുന്നത് അറിയാം. അതും ഇതിൽ ലെങ്തി ആയി പോയതുകൊണ്ട് ഞാൻ സാധാരണ ഷോർട്ടാണ് ഇടാറ്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഫോറക്സിൽ കയറാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഫോറക്സിന്റെ റീൽസ് വരുന്നതായിരിക്കും. ഇപ്പൊ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്താണ്. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ ഫോറക്സ് ട്രേഡ്, സ്പോട്ട് ബ്രെഡ് ക്രൂഡ്, BTC ഒക്കെ ആയിട്ട് നമ്മളുടെ ഫോറക്സ് ട്രേഡ് ആയിട്ട് വീണ്ടും നമ്മളുടെ ചാനലിൽ, യൂട്യൂബ് ചാനലിൽ നമ്മളുടെ റീൽസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ. അപ്പൊ എല്ലാവരും റിസ്ക് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ദയവേത് ഇതിലൊക്കെ കയറാം. കറക്റ്റ് ടൈമിൽ ഇറങ്ങി പോകേണ്ട സമയത്ത് ഇറങ്ങി മാറണം. അത് വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ പ്രോഫിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയൽ ചെയ്യാനായിട്ട് നോക്കാം. പ്രോഫിറ്റ് എങ്കിലും പാർഷ്യൽ ബുക്ക് ചെയ്തിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ അതിന് ഇൻട്രസ്റ്റ് വിഡ്രോ ചെയ്തിട്ട് ബാക്കിയുള്ളത് അവിടെ ഇട്ടിട്ട് ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് അത് കീപ്പ് ചെയ്യാവുന്നതാണ്. അതാണ് എൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ. ഓക്കെ, ഞാനപ്പോൾ വീഡിയോ കൂടുതൽ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. ഇതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യണം. തപ്പും പിഴകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു ലൈക്കൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള വാച്ച് ലിസ്റ്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.